നമസ്കാരം. കൂത്തോട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി കടുത്ത വേനലിൽ കുടിവെള്ള സ്രോതസ്സായ കിണർ മൂടുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റി പൊൻകുറ്റി കവലയ്ക്ക് സമീപം ശ്രീമതി അക്കാമ മാരിക്കാം കുന്നേൽ സൗജന്യമായി കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്ന 5ഓളം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അവർ കൂടി പണം ചെലവാക്കി നിർമ്മിച്ച വെള്ളം കിട്ടിത്തുടങ്ങിയ കിണർ പഞ്ചായത്ത് അംഗനവാടി നിർമ്മിക്കുവാനായി മൂടാൻ ശ്രമിക്കുന്നതിനാൽ കനത്ത പ്രതിഷേധം. പ്രദേശത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ യോഗം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷൈബി തോമസ് അധ്യക്ഷത വഹിച്ച യോഗം കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അജി മലയിൽ, വൈസ് പ്രസിഡന്റ് CD അശോകൻ, അജിമോൻ കെ പ്രശാന്ത്, VS സുധീഷ് കുമാർ S, സജി നെല്ലൂർപാറ, കോളനി നിവാസികളായ വത്സ, അംബിക രമണൻ, ടിൻസ്, ടോമി തുടങ്ങിയവർ പങ്കെടുത്തു. കിണർ മൂടുന്നതിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണമെന്ന് യോഗം ഒറ്റക്കെട്ടായി പറഞ്ഞു. ശ്രമം പഞ്ചായത്ത് ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുടിവെള്ളം പെട്ടെന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞാൽ മതി. ചേച്ചി ഇന്നലെ എന്നോട് അജിയോടും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അത് മാത്രം പറയാം. അപ്പൊ കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഞങ്ങൾക്കിപ്പം ഇവിടെ വളരെ വിഷമകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ 14 വീട്ടുകാർക്ക് മാരിക്കാംകുന്നേൽ അക്കാമ ജോയി എന്നയാൾ 14 വീട്ടുകാർക്ക് 5 സെൻറ്റ് സ്ഥലം വീതം തരികയും ആ സ്ഥലത്ത് ഞങ്ങൾ 6 പേരിപ്പം താമസമായി, മറ്റുള്ളവർ 2-3 പേര് പണി നടന്നുകൊണ്ടിരിക്കുന്നു, ബാക്കി അംഗങ്ങൾ പണിയാൻ കിടക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളൊരു കിണർ 15 ആൾക്കാരും കൂടെ, ഇപ്പോൾ ഈ 14 അംഗങ്ങളും കൂടി പൈസ ഇട്ട്, എനിക്ക് എൻ്റെ ശരിയാണെങ്കിൽ ഒരു 13,000 രൂപയോളം ഞങ്ങൾ ഓരോ വ്യക്തികളും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ നിന്ന് ഈ പൈസ കൊടുത്തതിൻ്റെ പുറത്ത് ഞങ്ങൾ നിന്ന് കഷ്ടപ്പെട്ടുവാണ് ഈ കിണർ ഇത്രയും കുഴിച്ച്. വലിയ വേദനാജനകമായ ഒരു കാര്യമാണ്. ചേച്ചി, വത്സ ചേച്ചി, അതുപോലെ മറ്റ് പ്രിയങ്കരായ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഷൈബി പറഞ്ഞതുപോലെ അക്കാമ ചേച്ചി കൊടുത്ത സ്ഥലത്ത് നമ്മളിവിടെ വീട് പണിത് ഇവിടെ താമസിക്കുന്ന ഏകദേശം 10ഓളം കുടുംബങ്ങൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അവർ 5-6 പേര് ഇവിടെ നിലവിൽ താമസം ആരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു കിണർ, നല്ലൊരു കിണർ പഞ്ചായത്ത് മുൻകൈ എടുത്ത് ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് അത് വെള്ളം കാണുന്നത് വരെ അതിൻ്റെ പണി ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഈ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വരെ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള കടുത്ത വേനലിൻ്റെ സാഹചര്യത്തിൽ ഒരു ജലസ്രോതസ് കൂടുതൽ ഉണ്ടാക്കാനല്ലാതെ ഉള്ളത് കളയുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ പഞ്ചായത്ത് ഇവിടെ ഒരു അംഗനവാടി കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരോട് ആ ഒരു സ്രോതസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? ഇപ്പം നമ്മളൊരു അംഗനവാടി വരുന്നത്, ഹൈടെക് അംഗനവാടി വരുന്നത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമാണ്. എന്ത് സ്ഥാപനം പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഒക്കെ കെയർ ഓഫിൽ വരുന്നത് ഈ പ്രദേശത്തിന് ഗുണകരമാണ്, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് ഈ പ്രദേശത്തെ ആളുകളോട് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിൻ്റെ രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതല്ലാതെ, ഒരു ദിവസം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെയുള്ള താമസക്കാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ കുറേ ആളുകൾ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ഈ കിണർ മൂടണം, ഈ കിണറിന് ഈ വെള്ളം കാണണമെങ്കിൽ ഒരല്പം പാറ പൊട്ടിക്കേണ്ടതുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇലഞ്ഞി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി അജി മലയിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷക മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ രാജേഷ്, OBC മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് അജിമോൻ, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് അശോകൻ, കർഷക മോർച്ചയുടെ നിയുക്ത ഇലഞ്ഞിയിലെ പ്രസിഡന്റായിട്ടുള്ള സജി, പിറവത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ IT സെല്ലിൻ്റെ കൺവീനറായിട്ടുള്ള സുധീഷ്, ഈ പ്രദേശവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട വീട്ടുകാരെ, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടെ വരാനും ഇത്തരം ഒരു പ്രതിഷേധ സംഗമം നടത്താനുമുള്ള സാഹചര്യം
ഒരു വ്യക്തി ഇവിടെ 14ഓളം വീടുകൾക്ക് സ്ഥലം അനുവദിച്ച് ആ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടി ആളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വീട് പണി ചില നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.